ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസിയുബൈദ്. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയും ഒരു പിടി തേങ്ങയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ആവിയിൽ വേവിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അടി കരിഞ്ഞു പോയി ഡ്രൈ ആയിപ്പോയി എന്നൊന്നും ആരും പറയണ്ട. സിമ്പിളാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുക നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കാം. ഞാനിതാ 250 ml കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ കൂടിയാൽ കുഴപ്പമില്ല, ടേസ്റ്റ് കൂടും. ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ, ഒരു കൈപ്പിടിയിലുള്ളൊരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു കയ്യിലുള്ളൊരു തേങ്ങ കേട്ടോ. പിന്നെ ഒരു 2 ശർക്കര ചെറുതായി ഇങ്ങനെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. പൊടിച്ചെടുത്ത ശർക്കരയാണ്. ശർക്കര മെൽറ്റ് ചെയ്തിട്ടും അങ്ങനെ നല്ല കുറച്ച് വെള്ളത്തിൽ മാത്രം മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, അഴുക്കൊക്കെ കളഞ്ഞിട്ട്. ഇത് നല്ല ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പ് പാല് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പാലിൻ്റെ അളവ്, പാല് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ചൂടുവെള്ളം, നേരെ ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കൂടുതൽ ലൂസാവരുത്. അപ്പോൾ നല്ല കുറച്ചൊരു കട്ടിയുള്ളൊരു പരുവത്തിൽ തന്നെ വേണം നമുക്ക് ഇത്. അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് നമ്മൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. മിക്സിയിൽ അങ്ങനെ തന്നെ നമ്മൾക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ തന്നെ നമ്മൾക്ക് അടിച്ചെടുക്കാം. പക്ഷേ അത് മിക്സിൻ്റെ ജാറിലൊക്കെ ഒട്ടി പിടിക്കും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതാ പാലും തേങ്ങയും ശർക്കരയും ഗോതമ്പ് പൊടിയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേണ്ട നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് പാലുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇപ്പോൾ ഇത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. ഇനി നമ്മൾക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അതാ നമ്മളെ ഗോതമ്പ് പൊടിയും തേങ്ങയും ശർക്കരയൊക്കെ നല്ല പോലെ തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മളെ മിക്സിയിൽ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതാ ഒരു ബൗളിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാകത്തിൽ നമ്മൾക്ക് കിട്ടണം. പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. മിക്സിൻ്റെ ജാറിലുള്ളത് ഒരു തവി വെച്ചിട്ട് നമ്മൾക്ക് നല്ല പോലെ ഇങ്ങനെ അതിൽ നിന്നിട്ട് വടിച്ചെടുത്താൽ മതി. വെള്ളം ഒഴിച്ചാൽ പിന്നെ നമ്മൾ ഈ ഒരു ഇതിൽ വെള്ളം കൂടിപ്പോകും. മിക്സിൻ്റെ ജാറിൽ നിന്ന് എല്ലാ മാവും ഈ ബൗളിലേക്ക് ഇതൊരു ടീസ്പൂൺ വെച്ചിട്ട് അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. അതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതാ ഒരു 1/4 സ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനാണ്. പിന്നെ ഒരു 1/4 സ്പൂണ് അപ്പസോഡ ഉണ്ടല്ലോ, നമ്മളെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലവർ, ഞാനിവിടെ കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ചേർത്തതിന് ശേഷം ഒരുപാട് ഇളക്കിയിട്ട് അങ്ങനെ മിക്സ് ചെയ്യരുതേ, സാവധാനം വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ അതാ നമ്മൾക്ക് ഈ ഒരു പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുക. നട്ട്സൊക്കെ ചേർത്താലാണല്ലോ ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ഈത്തപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് ബദാം, അണ്ടിപ്പരിപ്പ്, കറുത്ത മുന്തിരി, നമ്മളടുത്ത് എന്തെല്ലാം നട്ട്സുകളുണ്ട് ആ നട്ട്സുകളൊക്കെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾക്ക് കറുത്ത എള്ളൊക്കെ ഉണ്ടല്ലോ, വെളുത്ത എള്ള്, അങ്ങനെയുള്ള കരിഞ്ജീരകം അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി. നട്ട്സുകളാകുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ അടുത്തുള്ള നട്ട്സുകളൊക്കെ ഞാനിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു കേക്കിൻ്റെ ടിന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ടിന്നിലേക്ക് നമ്മൾക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ടിന്നില്ല, അപ്പോൾ ഇവിടെ ചായ ഉണ്ടാക്കിയെന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു, അതിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിലേക്കാണ് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഈ നമ്മളെ ഈ ഒരു പാത്രത്തിൽ. എന്നിട്ട് നമ്മൾക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ ഒട്ടും അടി പിടിക്കില്ല കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടൊന്ന് നെയ്യൊക്കെ ഒന്ന് തേച്ച് എടുക്കുന്നുണ്ട്. നെയ്യില്ലെങ്കിൽ നമ്മളെടുത്ത് ഓയിലോ എന്താണുള്ളത് അതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഈ ഒരു പാത്രത്തിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ മിക്സിയിലൊക്കെ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇതാ എനിക്കൊരു ഇതിൻ്റെ ഒരു പകുതി ഭാഗം കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ, 1 കിലോനോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കാൻ. നമ്മളെ പ്ലം കേക്കിനേക്കാളും വെല്ലും അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണം മറക്കാതെ. അങ്ങനെ ഞാനിത് എല്ലാതും കൂടി മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നല്ലൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ. ആ ഒരു പാത്രം ഒന്ന് നമുക്കൊന്ന് തട്ടി കൊടുക്കാം. ഇതുണ്ടല്ലോ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ എന്താണ് ഇനിയിപ്പോൾ ചായക്ക് കടിയെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. കഴിക്കാനും തന്നെ ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഇത് സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇത് ഹെൽത്തിയാണ്, ഗോതമ്പ് പൊടിയാണ്. ശർക്കരയൊക്കെയാണല്ലോ നമ്മൾ ചേർത്തിട്ടുള്ളത്. മൈദപ്പൊടി വെച്ചിട്ടും പഞ്ചസാര ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇത് പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ട് അങ്ങനെ ചെയ്തതാണ്. വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കേക്ക് ആ മിക്സ് ഇതിൽ വെച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ കറി ചട്ടിയൊക്കെ ഇറക്കി വെക്കുന്ന ഒരു റിങ് ഉണ്ടല്ലോ, ആ റിങ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു ചെമ്പട്ടിയിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മീതെ നമ്മൾക്കിത് വെച്ച് കൊടുക്കുക. ഇവിടെ അതില്ലാത്ത കാരണം ഞാൻ അങ്ങനെ നേരിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇത് നമ്മൾക്ക് കുറച്ച് നട്ട്സുകളൊക്കെ നേരത്തെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈത്തപ്പഴം, മുന്തിരി, ബദാം, അണ്ടിപ്പരിപ്പൊക്കെ അത് ഇതിൻ്റെ മീതെ ഒന്ന് ചൂടായതിന് ശേഷം ഒന്ന് മൂടി തുറന്നിട്ട് നമ്മൾക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ല പോലെ നമുക്ക് അടച്ച് വെക്കാം. ഒട്ടും ആവിയൊന്നും പുറത്ത് പോവാത്ത രീതിയിൽ വേണം നമ്മളിത് വെക്കാൻ. ആവി പുറത്തേക്ക് പോയാൽ പെട്ടെന്ന് അങ്ങനെ വെന്ത് കിട്ടില്ല. പിന്നെ ഓരോരുത്തരെ ഇതിനനുസരിച്ചിരിക്കും ഈ കേക്ക് വേവ്. എനിക്കിത് കേക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. കേക്ക് വെന്തോന്ന് നമ്മൾക്കൊന്ന് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ, കേക്ക് വെന്തിക്കണമെന്നില്ല. അപ്പോൾ അതിന്മേൽ ഒട്ടി പിടിക്കണില്ലെങ്കിൽ വെന്ത് എന്നുള്ളത് അറിയാം. ഇപ്പോൾ ഇതാ നമ്മളെ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സൂപ്പർ ടേസ്റ്റിന്. അപ്പം ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അതിൽ നിന്ന് എടുത്തിടുകയാണ്. നമ്മളെ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ എന്താണ് ചായക്ക് കടി എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയുണ്ട്. കുട്ടികൾക്കും ഇത് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കണ്ടത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, വളരെ ഹെൽത്തിയുമാണ്. ഗോതമ്പ് പൊടിയാണല്ലോ, പിന്നെ ശർക്കരയൊക്കെയാണ്. ഇത് മൈദപ്പൊടി വെച്ചിട്ടും പഞ്ചസാരയൊക്കെ ആക്കിയിട്ട് അങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഗോതമ്പ് പൊടിയിൽ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മളെ ചാനലിൽ ഒരുപാട് ഈസി റെസിപ്പികളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പുതിയ ഫ്രണ്ട്സുകൾ ഒന്നും കൂടി പറയുകയാണ്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കല്ലേ. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.